മീനമാസത്തിലെ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് തൃശ്ശൂരിൽ അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. മണ്ഡലം നിലനിർത്താൻ ഇടതുമുന്നണിയും പിടിച്ചെടുക്കാൻ UDFും NDAയും കിണഞ്ഞു ശ്രമിക്കുന്നു. ഇടതുമുന്നണിക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് കവിയും എഴുത്തുകാരനുമായ ആലങ്ങോട് ലീലാകൃഷ്ണനാണ്. UDFിന് വേണ്ടി മത്സരരംഗത്തുള്ളതാകട്ടെ മുൻ നഗരസഭാ അധ്യക്ഷൻ കൂടിയായ രാജൻ ജെ പല്ലനും. NDAയ്ക്ക് വേണ്ടി മത്സരരംഗത്തുള്ളത് ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലാണ്. ഇതോടെ മത്സരം പ്രവചനാതീതമായി മാറുകയാണ്. തൃശ്ശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആലങ്ങോട് ലീലാകൃഷ്ണനാണ്. കേരളത്തിൽ തന്നെ സുപരിചിതനാണ്. വാഗ്മി, എഴുത്തുകാരൻ, കവി എന്ന നിലയിലൊക്കെ വളരെ പ്രശസ്തൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ യുവകലാ സാഹിതിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. CPIക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 തവണയും CPIയുടെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ വിജയിച്ചത്. 3ാം വട്ടവും CPIക്ക് വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു സ്വീകാര്യത ജനങ്ങളിൽ നൽകുന്നത്? നല്ല പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടിത്തട്ടിൽ ഞാനിപ്പോൾ ഒരു 13 ദിവസമായി ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരും സാധാരണക്കാരുമായ ആളുകളെ കണ്ടു. ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തി. അപ്പോൾ ഇതുവരെയുള്ള ഭരണത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതൃപ്തി ഉള്ളതായിട്ട് കണ്ടില്ല. അതിപ്പോൾ കേരളത്തിലെ മൊത്തം ഭരണത്തിലാണെങ്കിലും തൃശ്ശൂരിലുണ്ടായിട്ട് ഡെവലപ്മെൻറ്റിലാണെങ്കിലും ആരും അങ്ങനെ കാര്യപ്പെട്ട പരാതികളൊന്നും പറഞ്ഞില്ല. ചില നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞാനൊരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും എനിക്കൊരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. ഞാൻ പ്രധാനമായി ചെയ്യുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇടുങ്ങിയ ഒരു കാഴ്ച വിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മാനവികതയും പാവപ്പെട്ടവരും ദരിദ്രരും ഒറ്റപ്പെട്ടവരും ഏകാഗികളും തിരസ്കൃതരും ബഹിഷ്കൃതരും നിന്ദിതരും നിരാശ്രയരും ഒക്കെയായി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ കഴിയുന്ന ആളുകളെ ചേർത്ത് പിടിച്ച് അവർക്കെല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന അവസ്ഥ, അതാണ് ഇടതുപക്ഷം ഈ കഴിഞ്ഞ 10 വർഷം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി, ജില്ലാശുപത്രിയിലെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന വിധത്തിലായി. ഇപ്പോൾ 136 കോടി രൂപ വിലവരുന്ന ജില്ലാശുപത്രിയുടെ നവീകരണ പ്രവർത്തനം തുടങ്ങുകയാണ്. KSRTCയുടെ സ്റ്റാൻഡിൻ്റെ പടി തുടങ്ങുകയാണ്. ഒരുപാട് ജോലികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കൊരുപാട് ഈ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഈ അമല തൊട്ട് മണ്ണുത്തി വരെ ഒരു എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. അങ്ങനെ തൃശ്ശൂരിൻ്റെ സർവതോമുഖമായ വികാസവും വേണം. ഒരാൾക്കും പ്രയാസമില്ലാത്തൊരു സാമൂഹ്യ കാലാവസ്ഥ ഉണ്ടാവണം. അതിന് പറ്റുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഇടത് തുടർഭരണത്തിന് സാധിക്കും. അപ്പോൾ അതിൽ പങ്കാളിയാവണമെങ്കിൽ തൃശ്ശൂരിലും തുടർ MLA ഉണ്ടാകണം. അത് ഇവിടുത്തെ അറിയാമല്ലോ, രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ദോഷമായിട്ട് വരില്ല. പിന്നെ എനിക്ക് വ്യക്തിപരമായി കിട്ടുന്ന കുറേ വോട്ടുകളും കൂടി സമാഹരിച്ചാൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും ഇടതുപക്ഷ മാനവികതയും ഇടതുപക്ഷ വികസനവും ഇടതുപക്ഷ സാമൂഹ്യ ജീവിത വികാസവും ഉറപ്പാക്കാൻ ഞാൻ പരിശ്രമിക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഓരോ കക്ഷിയും അവർക്ക് പലതും പറയാനുണ്ട്. ഒരു കക്ഷിയെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. ഈ ജനാധിപത്യ പ്രക്രിയയിലെ എല്ലാ കക്ഷിക്കും അവരുടെ ഇടമുണ്ട്. അവരവരുടെ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. ജനങ്ങളാണ് യജമാനന്മാർ. ഞങ്ങളുടെ നിലപാട് പറയും, മറ്റ് പാർട്ടികൾ അവരുടെ നിലപാട് പറയും. അതിൽ നിന്ന് ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നുവോ അത് തീരുമാനമായിട്ട് എടുക്കണമല്ലോ. അതല്ലേ ജനാധിപത്യം. ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. പ്രതിയോഗികൾ ചെറിയവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ 2 തവണയും CPIയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. 3ാം വട്ടവും മണ്ഡലം നിലനിർത്താൻ കഴിയും. എൻ്റെ കൂടെ സുനിലും ബാലചന്ദ്രനും ഒക്കെ ആദ്യവസാനമുണ്ട്. അവരല്ലേ എന്നെ നയിക്കുന്നത്. അപ്പോൾ അവർ നടത്തുന്ന വഴിയിലാണ് ഞാൻ നടക്കുന്നത്. പിന്നെ പൊതുവെ അതിന് പുറമെ കുറച്ചുകൂടി എൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുള്ള കുറേ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കും. അതെനിക്ക് വിജയിക്കുമെന്നൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്. പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർപക്ഷമൊക്കെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ സാറിന് ഇറക്കുമതി ചെയ്ത ആളാണ്. ഇപ്പോൾ അതങ്ങനെ പല ആരോപണങ്ങളും വരുന്നത്. ഞാൻ തൃശ്ശൂർ ഒരു 4.5 പതിറ്റാണ്ടായിട്ട് സജീവമായിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇപ്പോൾ ഒടൂക്കരയിലാണ് താമസിക്കുന്നത്. എനിക്കിവിടെ എന്നെ അപരിചിതരല്ല. നിങ്ങൾ തൃശ്ശൂരോട് ചോദിച്ചാൽ സാഹിത്യ മേഖല എത്രയോ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ ഇപ്പോൾ സ്വലേശൊക്കെ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ കൂടെ ഉണ്ട്. അക്കാഡമിയിൽ 12 വർഷമായിട്ടുണ്ട്. ഇവിടെ നിരന്തരമുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പല്ലേ, അങ്ങനെ പ്രചരണമൊക്കെ ഉണ്ടാവും. അത് ജനങ്ങൾ മറുപടി കൊടുത്തു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അങ്ങോട്ട് ഉൾക്കൊണ്ടോ? തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാമല്ലോ. അത് ഉൾക്കൊണ്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഉൾക്കൊണ്ട് വരിക. എല്ലാ വിജയാശംസ. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലനാണ്. തൃശ്ശൂർ നഗരവാസികൾക്ക്
ഏറെ സുപരിചിതൻ കൂടിയാണ് അദ്ദേഹം. കാരണം 2020 മുതൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ കൗൺസിലറായി പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് രാജൻ ജെ പല്ലൻ എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഒരു പ്രമുഖ നേതാവ് കൂടിയാണ്. ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാജൻ ജെ പല്ലൻ തയ്യാറായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. കഴിഞ്ഞ 2 ടേമായി തൃശ്ശൂർ മണ്ഡലം കോൺഗ്രസിന് കൈവിട്ടു പോയിരുന്നു. മുമ്പൊക്കെ ലീഡറൊക്കെ ഉള്ള സമയത്ത് തൃശ്ശൂർ നഗരം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മണ്ഡലമായിരുന്നു, കരുത്തറ്റ ഒരു മണ്ഡലമായിരുന്നു. UDF നല്ല വേരോട്ടമുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. പക്ഷേ എന്നിട്ടും 2016-ലും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഈ മണ്ഡലം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ 2026-ൽ കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് രാജൻ ജെ പല്ലനാണ്. ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന വലിയ ഒരു ചുമതലയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ തൃശ്ശൂർ നഗരത്തിലെ പ്രചരണ രംഗത്താഴ്ചയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. എല്ലാ വിജയാശംസകളും ആദ്യമേ തന്നെ നേരുന്നു. എങ്ങനെയുണ്ട് ഈ ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ? ഞാൻ തൃശ്ശൂർ കോർപ്പറേഷനിലെ 2000 മുതൽ 2025 വരെ തുടർച്ചയായിട്ട് കൗൺസിലറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 4 നൂറ്റാണ്ട് കോർപ്പറേഷൻ കൗൺസിലായിട്ട് ജനപ്രതിനിധിയായിട്ട് പ്രചാരം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. 1 വർഷവും 9 മാസവും കോർപ്പറേഷനിലെ മേയറായിരുന്നു. ആ മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് തൃശ്ശൂർ കോർപ്പറേഷനിലെ വളരെ ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾക്കറിയാം, ദിവാഞ്ചി മൂല മേൽപ്പാലം ഞാൻ മേയറായിരിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. കോൺഗ്രസ് കൗൺസിലർമാരും ഇവിടെയുള്ള എല്ലാ ഒത്തൊരുമിച്ച് നടത്തിയ വലിയ പ്രയത്നമാണ് ദിവാഞ്ചി മൂല മേൽപ്പാലം. അത് കൊണ്ടുവന്നത് ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുപോലെ പട്ടാളം റോഡ് ബോട്ടിൽ നെക്കായിരുന്നു, അത് ഒഴിവാക്കിയിട്ട് വീതി കൂട്ടിയത് ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പൂങ്കുന്നം, കുറുക്കഞ്ചേരി ജംഗ്ഷനുകളുടെ വികസനം നടന്നത് ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. അങ്ങനെ നിരവധി ജനപ്രിയ പദ്ധതികൾ എണ്ണി പറയാൻ എനിക്കുണ്ട്. അതൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതനുസരിച്ച് ജനങ്ങൾ സ്വാഭാവികമായിട്ടും എന്നെയും എൻ്റെ പാർട്ടിയെയും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 തവണ കോൺഗ്രസിൻ്റെ നേരിയ വോട്ടിന് കൈവിട്ടുപോയൊരു മണ്ഡലം കൂടിയാണ്. തിരിച്ചു പിടിക്കാൻ കഴിയും? പിന്നെ ഉറപ്പായും വലിയ ഭൂരിപക്ഷത്തിൽ, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ നിയോജക മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. ശക്തമായ ഒരു ത്രികോണ മത്സരം കൂടി നടക്കുന്നൊരു മണ്ഡലം കൂടിയാണ്. BJPക്ക് വലിയ സ്വീകാര്യതയുള്ളൊരു മണ്ഡലം കൂടിയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏകദേശം 14,000 പരം വോട്ടിന് ലീഡ് ചെയ്തു ഈ മണ്ഡലത്തിൽ. ശരിയാണ്. അന്ന് പാർലമെൻറ്റ് ഇലക്ഷനിൽ അന്നത്തെ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് വോട്ട് ചെയ്ത ജനങ്ങൾ അത് ആത്മപരിശോധന നടത്തുന്നുണ്ട്. അന്ന് ചെയ്ത് ശരിയാണോ എന്നുള്ള ആത്മപരിശോധന അവർ നടത്തുന്നുണ്ട്. ആ ആത്മപരിശോധനയിൽ UDFന് അനുകൂലമായി തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും ഭിന്നതകളൊക്കെയാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇത്തവണ അതൊന്നും ഉണ്ടാവില്ല. ഇല്ല, എല്ലാ കാലഘട്ടങ്ങളിലും ജനാധിപത്യ പാർട്ടി ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് തുറന്നു പറയുന്ന നിർവസ്തുതയാണ്. പക്ഷെ എന്നിരുന്നാലും മറ്റു കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് യാതൊരുവിധ പ്രോബ്ലംസും കാണുന്നില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 1 സീറ്റ് വീതമാണ് നേടാൻ കഴിഞ്ഞത്. അതും വളരെ തുച്ഛമായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. മുമ്പൊക്കെ ലീഡറൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് UDFൻ്റെ കോട്ടയായിരുന്നു. അല്ല, 13 നിയോജക മണ്ഡലങ്ങളിൽ വലിയൊരു ഭൂരിപക്ഷം UDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൽ തൃശ്ശൂർ ഉൾപ്പെടും തീർച്ചയായിട്ടും. ആദ്യം റിസൾട്ട് വരുമ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലം UDF വിജയിച്ചു എന്നുള്ള വാർത്തയാണ് ആദ്യം വരാൻ പോകുന്നത്. തൃശ്ശൂർ UDFും NDAയും തമ്മിലാണോ അതോ UDFും LDFും തമ്മിലായിരുന്നു മത്സരം? ഞാൻ മനസ്സിലാക്കുന്നത് UDFും LDFും തമ്മിൽ ഞാൻ മത്സരത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അങ്ങ് സൂചിപ്പിച്ചു 25 വർഷം 5 ടേമായി പല വാർഡിൽ നിന്നും വിജയിച്ചു എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തൃശ്ശൂർ നഗരത്തിലെ ഓരോരുത്തരെയും അടുത്ത് പരിചയമുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നറിയാം, എന്തെല്ലാം വികസനങ്ങൾ നടപ്പാക്കണം എന്നറിയാം. ആളുകളൊക്കെ അതായത് തൃശ്ശൂർ കോർപ്പറേഷനിലെ 39ഓളം വരുന്ന ഡിവിഷനുകളാണ് ഈ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. 25 വർഷത്തെ കോർപ്പറേഷൻ കൗൺസിലർ നിലയിലുള്ള ആ ബന്ധം
തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കും പോലെയും അറിയാവുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് എല്ലാവരെയും പേരെടുത്ത് വിളിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്രമാത്രം ജനങ്ങളുമായിട്ട് ബന്ധം എനിക്കുണ്ട്. നാടിൽ എവിടെയാണ് വികസനം വേണ്ടതെന്ന് അറിയാനുള്ള കാഴ്ചപ്പാടുണ്ട്. ജനപ്രിയ പദ്ധതികൾ എണ്ണി പ്രവർത്തന കലണ്ടർ ഇട്ടുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുമായി ആലോചിച്ച് നടപ്പാക്കും. ഈ സിറ്റിംഗ് MLA ആദ്യ ടൈമിൽ തന്നെ പിൻവലിച്ചത് പരാജയമായതുകൊണ്ടാണോ? അത് അവരുടെ പാർട്ടിയാണ് പറയേണ്ടത്, LDF ആണ് പറയേണ്ടത്. എന്താണ് പിൻവലിച്ചത് LDF വിലയിരുത്തട്ടെ, LDF തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. UDFന്റെ ഒരു അഭിപ്രായം എന്താ? അല്ലേ, LDF തീരുമാനിക്കട്ടെ, അത് നമ്മൾ വിലയിരുത്തിയാൽ മതി. ഈ സിറ്റിംഗ് MLAക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അല്ല, നമ്മുടെ 10 വർഷക്കാലമായി ഇവിടെ ഭരിക്കുന്നത് LDF പ്രതിനിധിയാണ്. ഗവൺമെന്റും LDF ആണ്, കോർപ്പറേഷൻ LDF ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരെന്താണ് ചെയ്തെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങൾക്ക് മാർക്കിടാൻ പറ്റുന്ന അവസരമാണിത്. ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങൾ ഇതുവരെയുള്ള ജനപ്രതിനിധികൾക്ക് വിലയിടുന്ന മാർക്കിടുന്ന ഒരു അവസരമാണ്. ആ അവസരത്തിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങൾ കാണിക്കും. UDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ സ്വീകാര്യത, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10-20 വർഷം കൗൺസിലർ ആയതുകൊണ്ടും മേയർ ആയതുകൊണ്ടും തന്നെ എല്ലാ ജനങ്ങളോടും പേരെടുത്ത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം, അടുപ്പം എനിക്കുണ്ട്. അവരായിട്ടൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം എനിക്കുണ്ട്. ഞാനൊരു നേതാവല്ല, ഞാനൊരു കോൺഗ്രസിൻ്റെ നേതാവല്ല. ഞാൻ സാധാരണ പാർട്ടി പ്രവർത്തകനാണ്, സാധാരണ വ്യക്തിയാണ്. സാധാരണ വ്യക്തിക്കാണ് കോൺഗ്രസ് പാർട്ടി UDFും തൃശ്ശൂരിലെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ സീറ്റ് നൽകി അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തത്. വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ജനങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യ ലിസ്റ്റിൽ തന്നെ പേര് വരിക. പല മണ്ഡലവും തർക്കം ഉണ്ടായപ്പോൾ തൃശ്ശൂർ ഏകണ്ഠേന പെട്ടെന്ന് തന്നെ തീരുമാനം വന്നത് അങ്ങനെയുള്ള വിശ്വാസമാണ്. തീർച്ചയായിട്ടും എൻ്റെ പാർട്ടിക്കും ജനങ്ങൾക്കും എല്ലാവർക്കും UDFിൻ്റെ നേതാക്കൾക്കുമൊക്കെ വിജയിക്കുമെന്ന കാര്യത്തിൽ 100% വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സാഹചര്യം വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജൻ ജെ പല്ലനാണ് നമ്മളോട് സംസാരിച്ചത്. കഴിഞ്ഞ 25 വർഷക്കാലം തൃശ്ശൂർ നഗരത്തിൽ വിവിധ വാർഡുകളിൽ കൗൺസിലറായി പ്രവർത്തിച്ച പ്രവർത്തന പരിചയമുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടും വലിയൊരു നേട്ടവും എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിലെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കഴിഞ്ഞ 2 ടേമിൽ കൈവിട്ട തൃശ്ശൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസവും ധൈര്യവുമാണ് കോൺഗ്രസ് നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയായ രാജൻ ജെ പല്ലനും ഉള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലാണ്. 2016-ലും 2021-ലും തൃശ്ശൂർ മത്സരിക്കുന്നത് UDFന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആദ്യമായി ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത. പത്മജയെ സംബന്ധിച്ചിടത്തോളം ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് വൈകാരികമായ അടുപ്പമുള്ള ഒരു മണ്ണ് കൂടിയാണ്. കാരണം ജനിച്ചു വളർന്ന ഒരു മണ്ണാണ്. അതോടൊപ്പം തന്നെ ലീഡറും അതോടൊപ്പം മാതാവ് കല്യാണിക്കുട്ടിയമ്മയെ അടക്കമുള്ളവർ അന്തി ഉറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ്. അവിടെയാണ് NDAക്ക് വേണ്ടി ഇപ്പോൾ മത്സരത്തിനായിട്ട് ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു മുന്നണി മാറിയുള്ള ഒരു പോരാട്ടം? എനിക്ക് തോന്നുന്നു കൂടുതൽ ആക്സെപ്റ്റൻസ് ആണ് ഈ മുന്നണി മാറിയപ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും. പിന്നെ നമ്മൾ ഒരു നെഗറ്റീവായിട്ട് നോക്കുന്ന ആൾക്കാരില്ല. പിന്നെ നമ്മുടെ സ്വന്തം സ്ഥലമാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ. ഇപ്പം നെഗറ്റീവ് നല്ലോണം കുറഞ്ഞ് പോസിറ്റീവിലേക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന വീട് പോലും എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വീടാണ്. അപ്പോൾ അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഏകദേശം 14,000 പേർ വോട്ടുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം ലീഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവായ കാര്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പം ജനങ്ങൾ മാറി തുടങ്ങി. അതിനേക്കാൾ ഇപ്പോൾ അത് 2 കൊല്ലമായി, അതിനേക്കാളും കൂടുതൽ കാര്യം വരുന്നുണ്ട്. എല്ലാ സമുദായങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 2 ടേമിലും മത്സരിച്ചത് UDFന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. കഴിഞ്ഞ 2 തവണയും അവർ ഏറ്റുവാങ്ങിയത് LDF സ്ഥാനാർത്ഥികളാണ്. ഇത്തവണയും LDF മത്സരിക്കുന്നു, UDF മത്സരിക്കുന്നു. ഒരു ശക്തമായ ത്രികോണ മത്സരമാണ്. അല്ല, ഞാനങ്ങനെ ശത്രുക്കളെ ചെറുതാക്കി ഒരിക്കലും കണ്ടിട്ടില്ല. പണ്ടും കണ്ടിട്ടില്ല, എപ്പോഴും കാണാറില്ല. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള കഴിവുണ്ട്. പിന്നെ ജനങ്ങൾ തീരുമാനിക്കണം ഇതിലാരാണ് ഏറ്റവും
നല്ലതെന്നുള്ള ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്, അവർ തീരുമാനിക്കട്ടെ. കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥി ഒരു ഒറ്റ ടൈമിനോടുകൂടി മാറുന്നു. അതൊരു പരാജയം കൊണ്ടായിരിക്കുമോ മാറിയത്? അല്ല, അന്നേ ഞാൻ പറഞ്ഞിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സീറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുണ്ടാവില്ല, നമുക്ക് അത് ആ വോട്ട് നമുക്ക് തന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുമായിരുന്നു. ഇപ്രാവശ്യമെങ്കിലും ജനങ്ങൾ ആ ഒരു ഇത് എന്നോട് ചെയ്ത ഒരു ഇത് തിരുത്തും തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് തന്നെ എൻ്റെ അടുത്തൊരു സഹതാപമാണ്. ഇപ്പോൾ ചേച്ചി പാവം 2 പ്രാവശ്യം വന്നിട്ടും ഇതായി, എന്നിട്ട് വീണ്ടും വന്നു എന്നുള്ളൊരു സ്നേഹവും സഹതാപവും എൻ്റെ അടുത്ത് നല്ലോണം ഉണ്ട് കൊടുക്കാറ്. പ്രധാനമന്ത്രി വരെ താല്പര്യത്തോടുകൂടിയാണ് മത്സരത്തെ കാണുന്നത് അല്ലേ? തീർച്ചയായിട്ടും രണ്ടുപേരും, മോദിജി അമിത്ഷാജി രണ്ടുപേരും അത്ര താല്പര്യത്തോടുകൂട്ടാണ്, അല്ലെങ്കിൽ അവർ വരില്ലല്ലോ അങ്ങോട്ട്. ഒരു വികസന കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ തൃശ്ശൂരിനെ കുറിച്ച്? ഒരുപാട് വികസന മറ്റു സ്ഥലങ്ങളൊക്കെ വലിയ മുന്നേറ്റം നടത്തി വികസന രംഗത്തൊക്കെ. ഒട്ടും വികസനമില്ലാത്ത സ്ഥലത്ത് ഇവിടെ എന്ത് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും. കാരണം അങ്ങനെ ഒരു തരിശായിട്ട് കിടക്കുന്നതാണ്. ഞാൻ ഇന്നലെ ഒരു സംവാദം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഇതായിട്ട്, അവരോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വലിയ വലിയ ആവശ്യങ്ങളില്ല, ഞാൻ നോക്കിയിട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ. കാരണം അത് ചെയ്താൽ പോലും ഇവിടെ കാണും. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു വികസന ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനി പിന്നെ വീണ്ടും എല്ലാവരോടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയും എന്തൊക്കെയാണ് ചെയ്യാൻ പോണേന്നുള്ളത്. പലപ്പോഴും 2 തവണയും പരാജയപ്പെട്ടാണ് ഇടയായത്. പാർട്ടിക്കകത്ത് അഭിപ്രായ ഭിന്നതകളും ഒക്കെയാണ്. ഇത്തവണ അതൊന്നും ഇല്ലാതെ മത്സരിക്കാൻ കഴിയുന്നു എന്നതാണ് നേരത്തെ ചേച്ചി പറഞ്ഞൊരു കാര്യം. അതെ, തീർച്ചയായിട്ടും അതൊരു നമുക്ക് മനസ്സിന് മനസ്സമാനത്തോടുകൂടി വർക്ക് ചെയ്യാൻ പോയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഗുണം കിട്ടില്ല. ഒരു നെഗറ്റീവ് ഇത് നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇത് അങ്ങനെയല്ല, ഒരു പോസിറ്റീവ് എനർജിയോട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വിജയാശംസകളും. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം കളം നിറഞ്ഞതോടെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പ്രചരണ രംഗം കൂടുതൽ വാശിയേറിയതായി മാറുന്നു.